11:30യോടെയാണ് ചിട്ടിപ്പണം ആവശ്യപ്പെട്ട പ്രസാദ് ബാങ്കിലെത്തുന്നത്. വന്നയുടൻ പ്രസാദ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ നിറച്ച കുപ്പികൾ സെക്രട്ടറിയുടെ മുറിയിലേക്ക് വലിച്ചെറിഞ്ഞു. സഹകരണ സംഘം ഓഫീസിലെ ജീവനക്കാർ ഇരുന്ന് ജോലി ചെയ്തിരുന്ന സ്ഥലത്തും പെട്രോൾ ഒഴിച്ചു. തുടർന്ന് ബാങ്കിന് ഷട്ടറിട്ടു. പണം തിരികെ നൽകിയില്ലെങ്കിൽ ഓഫീസിന് തീയിടുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി. ഇതിനിടെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പ്രസാദിനെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നെ പറ്റിച്ചിട്ട് എനിക്ക് വിലക്കാം അല്ലെ, എന്നെ പറ്റിച്ചിട്ട് എനിക്ക് വിലക്കാം അല്ലെ, നല്ല പോലീസ് ടീമാ. പിന്നെ ഈ ഇന്നലെയും പണം ആവശ്യപ്പെട്ട് പ്രസാദ് ബാങ്കിലെത്തിയിരുന്നു. ചിട്ടി അവസാനിക്കുന്നതിന് മുമ്പ് പണം നൽകണമെങ്കിൽ ഭരണസമിതിയുടെ അനുമതി വേണമെന്ന് സെക്രട്ടറി പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ പ്രസാദ് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതാണ് ആക്രമണത്തിന് പ്രസാദിനെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കമ്മിറ്റി കൂടുമ്പം തന്നെ പിറ്റേ ദിവസം ഞാൻ തന്നേക്കാം, ആ പൈസ 1.20 തന്നേക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേൾക്കാതെ ഇന്ന് വന്നു പെട്രോൾ ഒഴിക്കുവാണ്. പെട്രോൾ കുപ്പിക്കകത്ത് പൊട്ടിക്കുവാണ്. ലേഡി സ്റ്റാഫ് ഉൾപ്പെടെയുണ്ട്. ഇന്നലെ വന്നും വളരെ മോശമായിട്ട് പുള്ളി സംസാരിച്ചതാണ്. അല്ലെ മാന്യമായിട്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഒരു കുഴപ്പമില്ല. എന്നു ചോദിച്ചാൽ പൈസ ഇങ്ങനെ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ എടുത്തു കൊടുക്കുക. എന്ന് ചോദിച്ചാൽ സംഘം നിലനിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ അത്യാവശ്യമാണ്. എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് പേര് ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളതുണ്ട് കുറച്ച് പേരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ട് മറ്റുള്ളതിനെല്ലാം ഇവിടുന്ന് ലോൺ കൊടുത്ത് കുറേ പേരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കണക്കാക്കാതെ ഒരാൾ വരുത്തി വെച്ച വിനയാണ് ഇന്ന് ഈ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സംഭവ സമയത്ത് 3 വനിതാ ജീവനക്കാരടക്കം 5 പേർ ബാങ്കിലുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയുടെ 5 ലേലച്ചിട്ടികളാണ് പ്രസാദ് ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ചിട്ടി ലേലം ചെയ്തിട്ടില്ല. ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കരുതിയാണ് പ്രസാദ് ചിട്ടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. സെക്രട്ടറിയുടെ പരാതിയിൽ ബാങ്കിൽ അതിക്രമിച്ചു കയറിയതിനും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും പ്രസാദിനെതിരെ പോലീസ് കേസെടുത്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രസാദിനെ കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.